ഹലോ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടെന്ന പരിപാടി എല്ലാവരും നമ്മളിപ്പോൾ എണീച്ച പാടാണ്. ഇത് ഒരാളുടെ എണീക്കണത്രേ, ഉറങ്ങുമോന്ന് ചരന്നു. ഏകദേശം ഞാൻ എണീക്കുമ്പോൾ തന്നെ അവൻ എണീക്കും. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുമെന്ന്. ഈ സാധനങ്ങളെല്ലാം ഡിസോർഡറായി കിടക്കുന്നത് നിങ്ങൾക്കറിയാലോ. കുട്ടികളില്ല വീട്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ പുറത്തായുള്ളത്. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്തെ നല്ല കാഴ്ചകൾ രാവിലെ തന്നെ പരവരാ വെളുത്തു. അതാണിപ്പോൾ ഉള്ളത്. അപ്പോൾ വെളുപ്പിന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയതേ ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ ഉറങ്ങുന്ന ആൾ എണീച്ച് ഇപ്പോൾ പഴയ പരിപാടിയൊക്കെ തുടങ്ങി. സ്കെച്ച് പെന്നെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കാൻ തുടങ്ങി. എടുക്കുന്നു പോരാത്തതിന് ഡോറ ബുജിയും വെച്ചു കൊടുത്തു. അങ്ങനെ കണ്ടിരിക്കൊന്നുമില്ല, വേവോ. പിന്നെ ഇന്നലെ നല്ല വൈകുന്നേരം മഴയുണ്ടായിനി. അപ്പം ഇലയിലെല്ലാം നല്ല മഴത്തുള്ളികൾ. പിന്നെ ഇപ്പോഴത്തെ പുതിയ കളിയാണ്, ഒരു തോർത്തെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എൻ്റെ ചെരുപ്പുണ്ട് കാലുമിൽ, എന്താ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചായ കുടിക്കുമെന്ന്, ചായയും ബിസ്ക്കറ്റും. അതാണ് ഡെയിലി റൂട്ടീൻ. നമ്മളധികം എപ്പോൾ ഇങ്ങനെ തന്നെയാണ്, ചായ ബിസ്ക്കറ്റും കുടിക്കും. അതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അപ്പം ചരനും ഒരു ബിസ്ക്കറ്റ് അടിച്ചിട്ട് അവിടെ വെക്കും. അപ്പോൾ ഇന്നത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. എൻ്റെ കോമ്പിനേഷൻ ഉപ്പുമാവും പഞ്ചസാരയും. അപ്പോൾ അവൻ ഉപ്പുമാവ് കാട്ടിയും പഞ്ചസാരയാണ് കുറേ തിന്നുന്നത്. പിന്നെ ഉച്ചക്ക് ചോറിന് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചതും കറി വെച്ചതും, പിന്നെ ഇത് കാമ്പ് വരക്കാന്ന്, പിന്നെ അയിലക്കറിയും ഉണ്ട്, താലോലിക്ക വറവും ഉണ്ട്. അത്ര പോരെ ഒരു സൺഡേ സ്പെഷ്യൽ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്, മാരേജ് റിസപ്ഷൻ. അതിന് പോകാൻ റെഡിയായി. ചരണിന് ആരോ ഫോൺ വിളിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുമെന്ന്. വൈകുന്നേരമാണ് റിസപ്ഷൻ. അപ്പം നിങ്ങൾ പറയും, നിനക്കെപ്പോൾ റിസപ്ഷൻ ആണല്ലോ എന്ന് നിങ്ങൾ പറയൂ. ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇടാറുണ്ടല്ലോ റിസപ്ഷൻ്റെ മൊമെൻറ്റ്സ്. ഇതൊക്കെയല്ലേ ലൈഫിൽ. ഇങ്ങനെ ഒരു സൺഡേ വന്നാൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അത് കല്യാണമായാലും കുടിയലായാലും എന്തായാലും ഫങ്ഷന് പോകാൻ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇതാണ് ചക്കനും പെണ്ണും. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. രാത്രി നമ്മളൊരു 6 മണി കഴിഞ്ഞപ്പോൾ പോയത്. അപ്പം അവിടെ ചെക്കനും പെണ്ണും അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടല്ലാന്ന്. ഇതാണ് നല്ല വൈബാണ്. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. ഇന്നത്തെ മഴയെല്ലാം നേരത്തെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഭക്ഷണത്തിനിരുന്നു. ബിരിയാണിയാണ്, പറയണ്ടല്ലോ. റിസപ്ഷനെല്ലാം ആകുമ്പോൾ ചിക്കൻ ബിരിയാണി. അപ്പോൾ പക്ഷേ എല്ലായിടയ്ക്കും മറ്റേ പേപ്പർ പ്ലേറ്റാണ്. ഇതൊരു സ്പെഷ്യൽ വൈബ്. ഇല സദ്യ, ഇലയിൽ ബിരിയാണി ഇല. അപ്പോൾ എനിക്കെപ്പം ഇഷ്ടപ്പെട്ട സാധനമാണ് ഇലയിൽ കഴിക്കുവാന്ന്. അതുകൊണ്ട് ഇലയിന് പാൽപ്പായസമാണ് നമ്മളെ ഇതാണ് ഡെസേർട്ട്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ മൊമെൻറ്റ്സ്. ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പം ഇന്നത്തെ ഒരു സൺഡേ അടിപൊളിയാക്കി. അപ്പോൾ ഇതാണ് അവരെ മെയിൻ എൻട്രൻസിലെ സംഭവങ്ങളെല്ലാം. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുന്നത്, അതായത് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള വഴി. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് പിന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആ അറ്റത്ത് പോയിട്ട് തിരിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ലൈറ്റിംഗ് സെറ്റപ്പും അടിപൊളി ഡെക്കറേഷൻസൊക്കെയാണ്. അപ്പോൾ ഇതാണ് പുതിയ എന്നാണ് പറയേണ്ടത്. റിസപ്ഷന് പോയാലും നമുക്കെല്ലാം ഷൂട്ട് ചെയ്യണം, അതെന്നുള്ളത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇടുന്നത്. ഈ മറ്റെല്ലാം ഷോർട്സിലാണ് പോലെ ഈ റിസപ്ഷൻ്റെ മൂമെൻറ്റ്സൊക്കെ. ഇന്ന് വിചാരിച്ച് ലോങ് വീഡിയോ ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഇത് നേരെ ഷോർട്സിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി വരിക, സന്തോഷം. എല്ലാവരെയും കണ്ടു, വർത്തമാനം പറഞ്ഞു, തിരിച്ച് വരിക. അങ്ങനെയാണ് നമ്മുടെ സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് സെൽഫി നമ്മൾ ഇങ്ങനെ എടുത്തു. അവിടെ ഇരിക്കുന്നു, കല്യാണത്തിൻ്റെ വീടിൻ്റെ എടുക്കുന്നു. ഇങ്ങനെ കുഞ്ഞുകുനാന്ന് പറഞ്ഞിട്ട് എടുത്തു. ചരണമാണെങ്കിൽ കുത്തക്കേട് കളിക്കേണ്ട ഓരോരോ മനസ്സിലാണില്ലത്. അതിനെ പിടിച്ച മടിയിലിരുത്തിയിട്ട് എങ്ങനെയല്ലോ ഷൂട്ട് ചെയ്തതാണിത്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ വൈകിട്ട് വീട്ടിലെത്തി. അതായത് വൈകിട്ടല്ല, നമ്മൾ 7:30 ആകുമ്പോൾ തിരിച്ചെത്തി.
എന്നിട്ട് ഒരുത്തൻ നേരത്തെ താക്കോൽ വാങ്ങി വാതിൽ തുറക്കാൻ പോകുന്നു വീട്ടിലെത്തിയ ശേഷം. ഇപ്പോൾ പിള്ളേർക്കെല്ലാം താക്കോലിനോട് ഭയങ്കര താല്പര്യം. അതുകൊണ്ട് അവന് കിട്ടുന്നില്ല, അപ്പം ഞാൻ തന്നെ തുറക്കണം. അപ്പോൾ പുറത്തെ കാഴ്ചകളാണ്, വാതിൽ തുറക്കുന്നതിന് മുമ്പേത്തെ കാഴ്ച ഇങ്ങനെയല്ലാന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഈ എൻ്റെ ലോങ് വീഡിയോ, ഇന്നത്തെ സൺഡേ മൊമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബായ്.